ഞാൻ MBA പഠിക്കാന്ന് വിചാരിക്കുന്നുണ്ട് അച്ഛാ. കുറച്ച് കാശില്ല മോളെ. അച്ഛൻ തന്നെ പിച്ചു എടുത്തോണ്ടിരിക്കുന്നു. പൈസ കയ്യിലെടുക്കാനില്ല. അച്ഛാ അറ്റ്ലീസ്റ്റ് ഒരു ഓൺലൈൻ കോഴ്സ് എങ്കിലും പഠിക്കാൻ. ഞാൻ തന്നെ ഉണ്ടി കുഴച്ചിട്ട് ഒരു 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 രൂപ തേടിക്കൊണ്ടിരിക്കുക. നിനക്കറിയോ അത്? അച്ഛാ ഫ്രണ്ട്സിന്റെ കൂടെ ചെറിയൊരു ട്രിപ്പ് പോണെന്ന് വിചാരിക്കുന്നുണ്ട്. പൊക്കോട്ടെ. നിന്റെ അമ്മൂമ്മയുടെ മോളില് ഞാൻ സത്യം ചെയ്ത് പറയാ മോളെ. 10 പൈസ അച്ഛനെ എനിക്കറിയില്ല. ഒരു 10 രൂപ ഉണ്ടാക്കാൻ വേണ്ടി അച്ഛൻ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കും. ചെറിയ ട്രിപ്പാണ് അച്ഛാ. വളരെ വളരെ ചെറു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛനെ ഒരു പൈസ എല്ലാം എടുക്കാൻ. അച്ഛാ പ്ലീസ് അച്ഛാ, പ്ലീസ് പ്ലീസ് അച്ഛാ, പ്ലീസ്. അങ്ങനെ തന്നെ തെണ്ടങ്ങോട്ട്. ഞാൻ ഇതേപോലെ തെരുവ് പോയി പിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. പിച്ചെടുക്കാനായിട്ട് അത്രയ്ക്ക് ദാരിദ്ര്യം നമുക്ക്. A few moments later. മരുമോനെ, നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് അച്ഛൻ 50 പവൻ സ്വർണം, 25 ലക്ഷം രൂപയുടെ കാർ, 50,000 രൂപയുടെ ക്യാഷ്, ഇതെല്ലാം തരുന്നതായിരിക്കും. എനിക്ക് ഉറപ്പിക്കുക ഈ കല്യാണത്തിന്. സ്ത്രീധനത്തിന് മതിയോ? എനിക്ക് ഉറപ്പിക്കുമല്ലേ. നിനക്ക് ഇന്നൊരു ട്രിപ്പിന് വിടാൻ വേണ്ടി ചോദിച്ചിട്ട് പോലും അച്ഛനെ എതിർ വിട്ടിട്ടില്ല. അതിന് പൈസ അച്ഛൻ എടുത്തില്ല. അയ്യോ ഈ ചെക്കൻ വന്ന് ചോദിച്ചപ്പോ പൈസ എല്ലാം എടുത്ത് കൊടുക്കുന്നു. ഇവർ ആരെന്ന് വെച്ചിട്ട് അവന്റെ മുഖം പോലും 1/2 മണിക്കൂർ കൂടുതൽ അച്ഛൻ നോക്കിയിട്ടില്ല. ആ മുഖത്തേക്കെങ്കിലും നോക്ക്. ഇവർ ആരെന്ന് മനസ്സിലാക്കി എന്നിട്ട് കൊടുക്കുന്നൊക്കെ വാരിക്കൊരിട്ട്. അവള് പറയുന്നത് ശ്രദ്ധിക്കേണ്ട പോലെ എല്ലാം പിന്നെ മോൾക്ക് വേണ്ടി, എല്ലാം പിന്നെ മോൾക്ക് വേണ്ടിയാണ്. ഇതെല്ലാം അവർക്ക് വേണ്ടിയാണ് തരുന്നത്. പഠിക്കാനല്ലേ അച്ഛൻ ഞാൻ പൈസ വെച്ചത്. ഒരു ചെറിയ ട്രിപ്പിന് പോകാൻ വേണ്ടി ചോദിച്ചിട്ട് പോലും അച്ഛൻ എനിക്ക് പൈസ തന്നിട്ടില്ല. അതിന് പോലും എന്നെ ഇതുവരെ വിട്ടിട്ടില്ലല്ലോ അച്ഛാ. ഇതുവരെ ചെയ്തതും ചെയ്യാൻ പോണതും ഒക്കെ നിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാ, നിന്റെ സമാധാന സന്തോഷത്തിന് വേണ്ടിയിട്ടാ. നിന്നെ ഞാൻ ആരെങ്കിലും ഒക്കെ കയ്യിൽ കൊടുത്തിട്ട് ഒഴിവാക്കിയത് പോലെ ഈ സമാധാനത്തോടുകൂടി ചിരിക്കാനായിട്ട് നെക്കിയത് കണ്ടടിക്കാൻ.